നമസ്കാരം. IFBHന്റെ സഹസ്രദിനം പരിപാടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ സഹസ്രദിന ആഘോഷങ്ങളാണ് ഈ വേദിയിൽ നടക്കുന്നത്. നമ്മുടെ ഈ സഹസ്രദിന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഒക്കെ ഇന്നുണ്ടാവും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ സഹസ്രദിന പരിപാടിയുടെ ആഘോഷങ്ങൾ ഈ വരുന്ന ജൂൺ 1 തിരുവനന്തപുരത്തുള്ള ഗ്രാൻഡ് ഹയത്ത് റീജൻസിയിൽ വെച്ച് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ രീതിയിലുള്ള ഒരു വെബിനാറാണ് ഇന്ന് നാം സംഘടിപ്പിച്ചിരിക്കുന്നത്. വെബിനാറിന്റെ ആദ്യ ഭാഗമായി നമുക്ക് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാ ഗീതം ചൊല്ലുന്നതിനായിട്ട് കുമാരി നിരഞ്ജനയെ ക്ഷണിക്കുകയാണ്. നിരഞ്ജന ദയവായി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ യെസ് മ്യൂട്ട് ചെയ്തു മ്യൂട്ട് ചെയ്യൂ. പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം തരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും അന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ, വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ, വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. നന്ദി നിരഞ്ജന. അടുത്തതായി സ്വാഗതമാണ്. സ്വാഗതം പറയുന്നതിനായിട്ട് നമ്മോടൊപ്പം നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള നമ്മുടെ പ്രിയങ്കരിയായ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ആയിരുന്ന ഡോക്ടർ പി ശൈല എത്തുകയാണ്. സ്വാഗതം ഡോക്ടർ ശൈല. IFBHന്റെ സഹസ്രദിന പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ബഹുമാന്യരായ എല്ലാ ഡോക്ടേഴ്സിനും എൻ്റെ നമസ്കാരം. നാം എല്ലാവരും തന്നെ ഇന്ന് വളരെ ആവേശത്തിലും വളരെ സന്തോഷത്തിലുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ഈ IFBHന്റെ ഈ പ്ലാറ്റ്ഫോമിൽ നടന്നു വരുന്ന ഈ നമ്മുടെ ഹോമിയോപ്പതിയുടെ ഒരു സ്ഥാനം സമൂഹത്തിൽ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാനും, അതുപോലെ തന്നെ ഹോമിയോപ്പതിയുടെ യശസ് വർദ്ധിപ്പിക്കുവാനും, അതുപോലെ നമ്മുടെ ഡോക്ടർമാർക്ക് ഉള്ള അറിവ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി നല്ല നല്ല ക്ലാസ്സുകളും എല്ലാം പലതരത്തിൽ നടന്നു വരുന്ന എല്ലാ രാജ്യക്കാരെയും കൂട്ടിയോജിപ്പിച്ച് നടത്തിക്കൊണ്ടുവരുന്ന ഈ പരിപാടി ഇന്ന് 1000 ദിനം പിന്നിട്ടിരിക്കുക. അത് ഒട്ടും നിസ്സാരമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വളരെ വളരെ മഹത്തരമായ ഒരു കാര്യമാണ് നടന്നു വന്നിരിക്കുന്നത്. ഒരു തടസ്സവും കൂടാതെ നമ്മൾ 1000 ദിനം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ന്. ഈ പരിപാടിയിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി ഒരു അവസരം കിട്ടിയത് ഞാൻ വളരെ സന്തോഷമായി കരുതുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ ആദ്യമായി സ്വാഗതം ഞാൻ പറയുന്നത് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മളോടൊപ്പം എത്തിയിട്ടുള്ള ഇന്ദുലേഖ മാഡത്തിനാണ്. ഇന്ദുലേഖ മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവർ നമുക്ക് ഒരുവിധം നമ്മളൊക്കെ ഒരു ചെറുപ്പമായിരിക്കുന്ന സമയം മുതൽ നമ്മൾ ഇന്ദുലേഖ മാഡത്തിനെ കാണുന്നുണ്ട്. ബാലതാരമായി വന്ന് അവരെ സ്ഥാനം സീരിയൽ രംഗത്തും സിനിമാ രംഗത്തും വളരെ ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവർ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. ആ ജോലി രാജിവെച്ചാണ് മാഡം ഈ സീരിയൽ രംഗത്തൊക്കെ ഇപ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നൃത്തം, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒക്കെ ആയി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ ഇന്ദുലേഖ മാഡത്തിനെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി നമുക്ക് കിട്ടിയത് വളരെ നല്ല ഒരു കാര്യമാണ്, വളരെ ഭാഗ്യമാണ്. ഇന്ദുലേഖ മാഡത്തിന് നമ്മുടെ ഈ IFBHന്റെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിയിട്ടുള്ള അവരെ ഞാൻ സ്നേഹവും ആദരപൂർവവും സ്വാഗതം ചെയ്തു.
അടുത്തതായി നമ്മൾ സ്വാഗതം പറയേണ്ടത് നമ്മുടെ ഇതിന്റെ അമരക്കാരനായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും എപ്പോഴും ചിരിച്ച മുഖവുമായിരിക്കും നമ്മുടെ സേട്ട് സാറിനെയാണ്. സാറിനെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഓരോ പരിപാടിയിലും ഹോസ്റ്റായും കോ ഹോസ്റ്റായും എല്ലാം പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ഡോക്ടർമാര്, ഡോക്ടർ ധനേഷ് ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മനോജ് ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു. അത് കൂടാതെ ഡോക്ടർ രവീഷ്, പിന്നെ IFPH അമരക്കാരായി നിൽക്കുന്ന നമ്മുടെ ഈ IFPH ഭാരവാഹികൾ ഓരോരുത്തരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് ഹോമിയോപ്പതി ലവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവര് ആത്മാർത്ഥമായി നമ്മുടെ ഹോമിയോപ്പതിയെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. എവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും കൃത്യമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സ്, സീനിയർ ആയിട്ടുള്ളവരും ജൂനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അവരെ എല്ലാവരെയും തന്നെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇനി അഥവാ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും എല്ലാ ഡോക്ടർമാരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ ശൈല. നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്നേറ്റിരിക്കുന്ന ശ്രീമതി ഇന്ദുലേഖ എത്തിയിട്ടുണ്ട്. അങ്ങയെക്കുറിച്ചുള്ള സ്വാഗതമൊക്കെ ഡീറ്റെയിൽ ഡോക്ടർ ശൈല അവതരിപ്പിച്ചിരുന്നു. കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതിനു മുമ്പും എന്തായാലും വളരെ നല്ല ഒരു ദിനത്തിൽ ഞങ്ങളോടൊപ്പം കുറച്ച് സമയം പങ്കിടുവാനും ഒക്കെ അവസരമാണ് ഈ വേദിയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും ഈ സഹസ്ര ദിനത്തിൽ ഈ പരിപാടികളുടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് അങ്ങേ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ എൻ്റെ ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മുൻപ് ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഹോമിയോപ്പതി പിന്തുടരുകയും അതിന്റെ ഗുണവശങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുള്ള ഒരു അർഹത എനിക്കുണ്ട് എന്നും ഞാൻ കരുതുന്നു. 1000 സൂം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഓരോന്ന് വെച്ചായാലും 1000 സൂം മീറ്റിങ്ങുകൾ വിശേഷിച്ചും വൈദ്യശാസ്ത്ര രംഗത്ത് അത് ഒരു നിസ്സാര കാര്യമല്ല. അതായത് 3 വർഷത്തിലേറെയായി ഈ സൂം മീറ്റിങ്ങുകൾ തുടങ്ങിയിട്ട്. അപ്പോ ഈ മഹാമാരി കാലത്ത് ഈ പാൻഡമിക്കിനെ എങ്ങനെ മറികടക്കണം, ആരോഗ്യരംഗത്ത് എന്തൊക്കെ പ്രതിവിധികൾ അതിന് ഉണ്ടാക്കാം എന്ന് ഗുണകരമായ രീതിയിൽ ഒരു സംഘം ഹോമിയോപ്പത്തുകളുടെ കൂട്ടായ്മയിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു ക്രിയാത്മകമായ സമ്മേളനം അത് നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലുള്ള ഡോക്ടേഴ്സിനും ഒരുമിച്ച് ആശയ സംവാദം നടത്താനുള്ള ഒരു വേദി കൂടി ആയിരുന്നു. അപ്പോ പ്രതിസന്ധികളില്ലാതെ അല്ലെങ്കിൽ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് 1000 ദിനങ്ങൾ ഇന്ന് ഈ സൂം മീറ്റിംഗിലൂടെ സംവാദം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലെ വൈദ്യശാസ്ത്ര രംഗത്ത് തന്നെ ഇതൊരു മികച്ച നേട്ടം ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. പിന്നെ ഈ എന്താ രോഗപരിചരണ രംഗത്ത്
എങ്ങനെ വൈദ്യശാസ്ത്ര രംഗത്തിന് ക്രിയാത്മകമായി ഇടപെടാം എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരം ഒരു സൈബർ പ്ലാറ്റ്ഫോം. അതിലേക്ക് മുതൽക്കൂട്ടായത് ആയ ഒരു മീറ്റിംഗ് ആണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഡോക്ടേഴ്സിന്റെ ഒരു ആശയ സംവാദം മാത്രമല്ല, അതിലുപരി രോഗികളുടെയും പിന്നെ അവരുടെ ഈ കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ള ഒരു വളരെ ക്രിയാത്മകമായ ഒരു സംരംഭം ആയി മാറ്റാൻ ഇതിന് കഴിഞ്ഞതിൽ അത് വളരെയധികം അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്കതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ കൂട്ടായ്മ ആരോഗ്യരംഗത്ത് വളരെ ആരോഗ്യപരമായി എന്നും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിനെ മുൻകൈ എടുത്ത എല്ലാ ഡോക്ടേഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നല്ല ഒരു ഉദ്ഘാടന പ്രസംഗമാണ് നടത്തിയത്. ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം കൂടി ഒന്ന് നടത്തുന്നു. ഈ മീറ്റിംഗിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പറയുന്നു. നന്ദി. തീർച്ചയായും ഈ വേദിയിൽ വന്ന് നമ്മളുടെ ഈ ഹോമിയോപ്പതി ചികിത്സ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ സെഷനിൽ നമ്മോടൊപ്പം കൂടിയതിലും അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങയെ കൊണ്ട് ചെയ്യാവുന്ന പരിശ്രമങ്ങളൊക്കെ ചെയ്യുന്നു എന്നറിഞ്ഞതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഭാവിയിൽ ഹോമിയോപ്പതി ലോകത്ത് നമ്പർ 1 ആകുന്നതിന് വേണ്ടി സഹായിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങേക്കുള്ള ഞങ്ങൾക്കുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി ഈ വേദിയിൽ ഉള്ള ഹോമിയോപ്പതി സ്നേഹികൾക്കും ഹോമിയോപ്പതി ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ സംസാരിക്കാനുള്ള അവസരമാണ്. അതിനോടൊപ്പം തന്നെ കലാപരിപാടികളും ഉണ്ടാകും. ആദ്യമായി ഭാഗ്യലക്ഷ്മി ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാന് നമ്മുടെ ഇന്ദുലേഖയ്ക്ക് ഒരു നന്ദി പറയാൻ കൂടിയാണ്. ഡോക്ടർ സനേഷ് പറഞ്ഞു കഴിഞ്ഞു, എങ്കിൽ തന്നെ എന്റെ വക ഒരു നന്ദി. ഉച്ചയ്ക്ക് എന്നെ ഡോക്ടർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. വിളിച്ച ഉടനെ ഒരു വിസമ്മതവും കൂടാതെ നമ്മുടെ കൂട്ടത്തില് വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇന്ദുലേഖയ്ക്ക് ഒരു 100,000 നന്ദി രേഖപ്പെടുത്താനാണ് ഞാൻ ഇങ്ങനെ അഡ്വൈസ് ചെയ്തത്. ഞങ്ങളുടെ ഈ സംരംഭം ഇങ്ങനെ ഇനിയും മുന്നോട്ട് പോട്ടെ. ഇനിയും ഞാൻ വിളിക്കും, അപ്പോഴൊക്കെ വരണം. എപ്പോഴും എന്ത് കാര്യത്തിന് എപ്പോ വിളിച്ചാലും നമ്മുടെ വെളിപ്പുറത്തുള്ള നമ്മുടെ ഏറ്റവും ആത്മാർത്ഥമായ ഒരു കുട്ടിയാണ് ഇന്ദുലേഖ. യാതൊരു ഇതും ഇല്ലാതെ, ഒരു മടിയും കൂടാതെ നമുക്ക് എപ്പോ വിളിച്ചാലും നമുക്ക് കിട്ടും. വളരെ സന്തോഷം, വളരെ നന്ദി. നന്ദി പറയുന്നു ഭാഗ്യലക്ഷ്മി ഡോക്ടർ. അടുത്തതായി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വളരെ ഗംഭീരമായ രീതിയിൽ വിദ്യാർത്ഥികളുടെ സെഷൻ നയിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ തൽക്കാലം ഒരു ചെറിയ കാലഘട്ടത്തിൽ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്, അത് വീണ്ടും പുനരാരംഭിക്കുന്നതാണ്. ശ്രീ ഷാലു രാജനെ ക്ഷണിക്കുകയാണ്. ശ്രീ ഷാലു രാജൻ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അതല്ല എങ്കിൽ ഗാനം ആയി എത്തിയിരിക്കുന്ന 3-4 പേരുണ്ട് ഈ കൂട്ടത്തിൽ. ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടർമാരുടെ സെഷനിലോട്ട് പോകാം. അതുവരെ ഒരു ഗാനം ആലപിക്കുന്നതിനായിട്ട് ഡോക്ടർ ഹിബർട്ടിനെ ക്ഷണിക്കുകയാണ്. കേൾക്കാം. നമ്മള് ഈ കോവിഡ് തുടങ്ങിയ കാലത്താണ് നമ്മൾ ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. അന്ന് നമുക്കറിയാം
മാസ്ക്, ലോക്ക്ഡൌണ്, പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. മനുഷ്യരെല്ലാവരും വീട്ടിനകത്ത് പതിയിരുന്ന ഒരു സമയം. ആ സമയത്ത് ലോകം മൊത്തം വിറങ്ങലിച്ചിരുന്നു, കോവിഡ് മരണം. ആ കാലവും നമുക്കൊന്ന് അനുസ്മരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗാനം കൂടെയാണ്. ആ സമയത്താണ് ഇത് ഈ പ്രസ്ഥാനം, IFPH പ്രസ്ഥാനം ഉണ്ടായത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ലോക്ക്ഡൗണും മാസ്കിന്റെ ചെറുകാലം, കോവിഡ് കാലം, മരണവും വാടകാലം. മൂടപ്പെട്ടൊരു കാലം, വീട്ടിനുള്ളിൽ കിടന്നൊരു കാലം, പുറത്തിറങ്ങുവാൻ വയ്യ, പോലീസ് പിടിക്കും, ജീവിക്കാൻ വയ്യ, സാധനമൊന്നും വാങ്ങാൻ വയ്യ, തിരിയടങ്ങൊരു ഡോക്ടർമാർ ഹോമിയോ ചികിത്സിക്കാൻ പാടില്ല, ഡോക്ടർമാർക്കു വിലക്ക്, ഹോമിയോ ചികിത്സ ചെയ്യാൻ പാടില്ലെന്ന് വിലക്ക്. ഓർമ്മയുണ്ടോ ആ കാലം, ഓർമ്മയുണ്ടോ ആ കാലം, IFPH ഉയർന്നു വന്നു, IFPH ഉയർന്നു വന്നു, പ്രത്യാശയായി ലോകത്തിന്, പ്രത്യാശയായി. ആയിരം ദിനങ്ങൾ IFPH
PH കുതിക്കുന്നു ലോകമെന്നും ഉള്ള ഡോക്ടർമാർ ഈ വേദിയിൽ അണിനിരക്കുന്നു പ്രത്യാശയായി ലോകത്തിന് പ്രത്യാശയായി. ജയ് 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 ഹോമിയോപ്പതി. താങ്ക്- ജയ് ഹോമിയോപ്പതി. ജയ് ഹോമിയോപ്പതി. ജയ് 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 ഹോമിയോപ്പതി. മിസ് മറിയം ഹാഷിറിനെ വിളിക്കുകയാണ്. ഒരു ഗാനം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ഗുഡ് ഈവനിങ്. ഞാൻ മറിയം ഹാഷിർ ആൻഡ് ഞാന് ഡോക്ടർ ഷഫീഖിന്റെ നീസാണ്. ഞാൻ ഇങ്ങനെ പലപ്പോഴും ഇതിൽ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയില്ല. സോ ഇപ്രാവശ്യം ഞാനൊരു പാട്ട് പാടാം, ഒരു ഹിന്ദി സോങ് പാടാം. पहली ही नजर में कुछ हम कुछ तुम हो जाते यूं, नैनों से बरसे रिमझिम रिमझिम हम पे प्यार का सावन, शर्म थोड़ी थोड़ी हमको आए तो नजरें झुक जाए, सिद्ध थोड़ा थोड़ा हम पे शोक हवा भी कर जाए, ऐसे चले आंचल उठे दिल में एक तूफान उठे, हम तो लुट गए कड़े कड़े, कहना ही क्या ये मैंने एक अनजान से जो मिले, चलने लगी मोहब्बत के जैसे ये सिलसिले, अरमान ऐसे दिल में खिले जिनको कभी मैं न जानू, वो हमसे हम उनसे कभी न मिले, कैसे मिले दिल न जानू, अब क्या करे क्या ना मने, कैसे उन्हें मैं पुकारूं, कहना ही क्या ये मैंने एक अनजान से जो मिले, चलने लगी मोहब्बत के जैसे ये सिलसिले, कहना ही क्या. Thank you.
കളിയും ചിരിയും നിറയും കനവ് ഇളനീരൊഴുകി കുളിരിൽ തണലും വെയിലും ഉലകം തൊടിയിൽ മിഴികൾ പായുന്നു കൊതിയിൽ കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ കാത്തിരിപ്പു വിങ്ങലല്ലേ കാലമെന്നോ മൗനമല്ലേ മൗനം തീരല്ലേ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പടിമേലിൽ പൗർണമി കാണും അഴകെല്ലാം ഉള്ളൊരു പൂവിന് അറിയാതെ എന്തേ തനനക്കം പൂത്തുമീനുക്കം ചെറുമയക്കം അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെയിറങ്ങാൻ ഒരു തിടുക്കം. താങ്ക് യു. പകൽ കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ പണ്ടേ നിന്നെ കണ്ടിട്ടുണ്ടൊരു പവിഴ കൽപ്പടവിൽ എപ്പോഴെന്നറിയില്ല എന്നാണെന്നറിയില്ല എന്നാണെന്നറിയില്ല പകൽ കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ ഗോപുരമിട്ടൊരു തിരകൾ കടലിൽ ഗോപുരനടയിൽ വന്നല്ലോ കാലിൽ തൊട്ടു വിളിക്കുകയായി ജലക്കേളിക്കായി നിന്നെ എപ്പോഴെന്നറിയില്ല എന്നാണെന്നറിയില്ല എന്നാണെന്നറിയില്ല പകൽ കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ കാലിമെയ്യുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം കുഞ്ഞി മഞ്ചാടി കുന്നിലേറാം വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ പിന്നിൽ വന്നു കണ്ണു പൊത്താം കണ്ടുവെന്നു കള്ളം ചൊല്ലാം കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം ഓണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാ
മണിമയിലാം മുകിലോടുന്ന മേട്ടിലൊളിക്കാം സ്വർണമീനായി നീന്തി തുടിക്കാം വഞ്ചിപ്പാട്ടിന്റെ വെണ്ണിലേറാം വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. താങ്ക് യു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് മുരുകൻ കാട്ടാക്കടയുടെ രക്തസാക്ഷികൾ എന്ന് പറയുന്ന കവിതയാണ്. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾവഴിയിൽ ഊർജമായി രക്തസാക്ഷി. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ പ്രിയമുള്ളതെല്ലാം ഒരു ജ്വല സത്യത്തിനൂർജമായി ഊട്ടിയോൻ രക്തസാക്ഷി. കേക്കാമോ? കേൾക്കാം സർ, കേൾക്കാം. സോപാനഗായികയെ സുനന്ദേ സ്വർഗനന്ദിനിയേ ഈ വൃന്ദാവനത്തിലെ കണ്ണനായി ഞാൻ രാധയായി വരുനി സുനന്ദേ സ്വർഗനന്ദിനിയേ. സോപാനഗായികയെ സുനന്ദേ സ്വർഗനന്ദിനിയേ. രാഗലോലം വേണുഗാനം ഗോകുലം പുൽകി ഈ അസുലഭ നിമിഷം കളയാനെന്തേ കാരണം രാധേ സുനന്ദേ എന്റെ കൺമണിയേ. സോപാനഗായികയെ സുനന്ദേ സ്വർഗനന്ദിനിയേ. സുന്ദരാധര പല്ലവത്തിൽ ഉമ്മ നൽകുമ്പോ പകരമൊരുമ്മ തിരികെ തരുവാൻ താമസമെന്തേ സുനന്ദേ ദേവസുന്ദരിയേ. സോപാനഗായികയെ സുനന്ദേ സ്വർഗനന്ദിനിയേ. ഈ വൃന്ദാവനത്തിലെ കണ്ണനായി ഞാൻ രാധയായി വരുനി സുനന്ദേ സ്വർഗനന്ദിനിയേ. താങ്ക് യു. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം കളിയും ചിരിയും മേഘം
ചളിയും ചുഴിയും താഴെ. പുറമേ പുഞ്ചിരിച്ചൊരിയും സുന്ദരി പിരിയാൻ വിടാത്ത കാമുകി, പിരിയാൻ വിടാത്ത കാമുകി. നഗരം നഗരം മഹാസാഗരം, മഹാസാഗരം. സ്നേഹിക്കുന്നു കലഹിക്കുന്നു മോഹഭംഗത്തിലലയുന്നു. സ്നേഹിക്കുന്നു കലഹിക്കുന്നു മോഹഭംഗത്തിലലയുന്നു. നൂരകൾ തിങ്ങും തിരകളെ പോലെ നഗരാശികളിതിലലയുന്നു. സ്നേഹിക്കുന്നു കലഹിക്കുന്നു മോഹഭംഗത്തിലലയുന്നു. നൂരകൾ തിങ്ങും തിരകളെ പോലെ നഗരാശികളിതിലലയുന്നു. നഗരം നഗരം മഹാസാഗരം, മഹാസാഗരം. കുതിച്ചു പായും നഗരിയിലൊരു ചെറു കൂര ചമയ്ക്കുതിലെങ്ങിനെ ഞാൻ. കുതിച്ചു പായും നഗരിയിലൊരു ചെറു കൂര ചമയ്ക്കുവതെങ്ങിനെ ഞാൻ. പാരാവാര തിരയിൽ എന്നുടെ പവിഴ ദീപു തകർന്നാലോ. പാരാവാര തിരയിൽ എന്നുടെ പവിഴ ദീപു തകർന്നാലോ. നഗരം നഗരം മഹാസാഗരം, മഹാസാഗരം. കളിയും ചിരിയും മേലെ ചളിയും ചുഴിയും താഴെ. പുറമേ പുഞ്ചിരിച്ചൊരിയും സുന്ദരി പിരിയാൻ വിടാത്ത കാമുകി, പിരിയാൻ വിടാത്ത കാമുകി. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ, മാടത്തിൻ മണി വിളക്കേ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ, മാടത്തിൻ മണി വിളക്കേ. ഉള്ളിൽ കടന്നു കരൾ കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. ഉള്ളിൽ കടന്നു കരൾ കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. പാടാനും വരില്ല ഞാൻ, ആടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ.
പാടാനും വരില്ല ഞാൻ ആടാനും വരില്ല ഞാൻ പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ. മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. इश्क दे गलिया तंग है शर्मो शर्मी है बंद है खुद से खुद की ही कैसी है जंग है पल पल ये दिल घबराए पल पल ये दिल शर्माए कुछ कहता है और कुछ कर जाए कैसी है पहली मोह दिल मर जाना इश्क में जलते बड़ा जुर्माना तू सब्र तो कर मेरे यार जरा सांस तो ले दिलदार चल फिक्र न गोली मांग यार है दिन जिंदड़ी बेचार होले होले हो जाएगा प्यार चलिया होले होले हो जाएगा प्यार होले होले हो जाएगा प्यार चलिया होले होले हो जाएगा प्यार. എന്റെ കൊച്ചുമോൾക്ക് ഒരു പാട്ട് പാടണം, ഒരു 2 വരി അവളൊന്ന് പാടിക്കോട്ടെ. शुरू में अखियों में नन्हा मुन्ना एक सपना दे जा रे. शुरू में अखियों में नन्हा मुन्ना एक सपना दे जा रे. निंदिया के उड़ते पाखी रे आँखियों में आ जा साथी रे. रारी रारोम ओ रारी रोम रारी रारोम ओ रारी रोम. ഓക്കെ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ നിതാന്തമാ തെളിമാനം പൂത്ത നിശീഥിനിയിൽ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല മഴവില്ലിൻ അഴകായി ഒരു നാളിൽ വരവായി ഏഴഴകുള്ളൊരു തേരിൽ എന്റെ ഗായകൻ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. വിരിയും പൂങ്കിനാവുമായി ചാരെ നിന്നു തപസ്വിനി
വിരിയും പൂങ്കിനാവുമായി ചാരേ നിന്നു തപസ്വിനി ഉലകത്തിൻ സഖിയായി വിരിമാറി കുളിരായി 7 സ്വരങ്ങൾ പാടാൻ വന്നു ഗായകൻ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ നിതാന്തമാം തെളിമാനം പൂത്ത നിശീഥിനിയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, എൻ മനസ്സിൻ താഴ്വരയിൽ, എൻ മനസ്സിൻ താഴ്വരയിൽ. താങ്ക് യു. പാവനാത്മാവേ വരണേ മനസ്സിൽ വാഴാ, സ്നേഹരൂപാ നീ വരികിൽ ധന്യനാകും ഞാൻ. നീയേകും അനുഗ്രഹമാരിയിൽ ഞാൻ ഇന്നൊരു പുതുവഴി തേടുവാൻ, നീ എന്നിലും കരളിൽ കുളിരായി പടരൂ നാഥ വേഗം. പാവനാത്മാവേ വരണേ മനസ്സിൽ വാഴാ, സ്നേഹരൂപാ നീ വരികിൽ ധന്യനാകും ഞാൻ. 7 താരവും തരൂ ജീവദായകനേ, 7 ദാനവും തരൂ ജീവദായകനേ. പാപമെന്നെ അടിമയാക്കാൻ വലവിരിക്കും നേരമെല്ലാം കാവലാൻ വരൂ നാഥ. നീയേകും അനുഗ്രഹമാരിയെ ഞാൻ ഇന്നൊരു പുതുവഴി തേടുവാൻ, നീ എന്നിലും കരളിൽ കുളിരായി പടരൂ നാഥ വേഗം. പാവനാത്മാവേ വരണേ മനസ്സിൽ വാഴാ, സ്നേഹരൂപാ നീ വരികിൽ ധന്യനാകും ഞാൻ. പാപബോധമേകിയെന്നിൽ മാനസാന്തരവും, പാപബോധമേകിയെന്നിൽ മാനസാന്തരവും. ദൈവസ്നേഹം സ്വീകരിക്കാൻ തുറന്ന മനസ്സ് നൽകിടേണേ, ശാന്തിയേകാൻ വരൂ നാഥ. നീയേകും അനുഗ്രഹമാരിയിൽ ഞാൻ ഇന്നൊരു പുതുവഴി തേടുവാൻ, നീ എന്നിലും കരളിൽ കുളിരായി പടരൂ നാഥ വേഗം. പാവനാത്മാവേ വരണേ മനസ്സിൽ വാഴാ, സ്നേഹരൂപാ നീ വരികിൽ ധന്യനാകും ഞാൻ. IFH കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ 1000 ദിവസമായിട്ട് നമുക്കെല്ലാവർക്കും ഒരു കുടുംബത്തെ പോലെ വൈകിട്ടാവുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഒരു സൂം തുടങ്ങാനുള്ള ആകാംക്ഷയാണ്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഈ 1000 ദിവസങ്ങളായി പരസ്പരം കണ്ടുകൊണ്ടും ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും നമ്മളുടെ സന്ധ്യകൾ വളരെ പ്രയോജനകരമാക്കി തീർക്കുകയാണ് ചെയ്തത്. ഇന്ന് ഹിബ ഡോക്ടർ പറഞ്ഞ പോലെ വളരെ ഒരു അനുഗ്രഹമായ ദിവസമാണ്. ഈ ദിവസം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിക്കാൻ പറ്റിയതിൽ സർവശക്തനായ ദൈവത്തിന് ആദ്യമേ നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒരു നല്ലൊരു ദിവസം ആഘോഷിക്കാൻ ദൈവം തന്ന എല്ലാ കൃപകൾക്കും ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് ഈ ഒരു ചടങ്ങില് വളരെ സന്തോഷമായി പങ്കെടുക്കുവാൻ എല്ലാവർക്കും സാധിച്ചു. അതിനായി ഈ ഒരു പരിപാടിയെ അനുഗ്രഹപ്രദമാക്കി തീർത്ത എല്ലാവരെയും, പ്രത്യേകിച്ച് ഇതിന് ആശംസ പറഞ്ഞ എല്ലാവരെയും, അതേപോലെ ഗാനങ്ങൾ ആലപിച്ച്
നമ്മൾക്ക് മനസ്സിന് നല്ല കുളിർമ നൽകിയ എല്ലാവരെയും പേരായി എല്ലാവർക്കും നന്ദി പറയുന്നു. ഗഫൂർ സാറിന് പ്രത്യേകിച്ചും. സാറ് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് സാറ് തൃശ്ശൂർ DMO ആയിട്ടിരുന്ന എനിക്കറിയാം. എല്ലാവർക്കും ഓരോരുത്തരെയും പേരായി പറയുകയാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഈ ഒരു ഇത് ഏറ്റവും അനുഗ്രഹമാക്കാനായി ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഈ ഇതിന് മോഡറേറ്ററായി പ്രവർത്തിക്കുന്നവർ പ്രത്യേകം നന്ദി അർഹിക്കുന്നവരാണ്. അത് മാത്രമല്ല, ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. IFPS ടെക്നീഷ്യന്മാരുണ്ട്. എല്ലാവരെയും ഓരോരുത്തരെയും ഈ 1000 ദിവസങ്ങളായി ഇതിന് പുറകിൽ കഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെ അറിയാം. പ്രാക്ടീസും അതിൻ്റെ കൂടെ ഇതിൻ്റെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം സമയം ചെലവാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അങ്ങനെ അധ്വാനിച്ച ഓരോരുത്തരെയും പേരായും പ്രത്യേകിച്ച് പ്രസിഡന്റ് ഇസ്മായിൽ സൈദ് സാറിനെ പ്രത്യേകിച്ചും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.